ഗൈസ് വെൽക്കം ബാക്ക്. സോ എനിക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ 1 വീക്കായി. ഈ ഒരു 1 വീക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് പോലും വലിയ ധാരണയില്ല, കാരണം എനിക്ക് ബോധമില്ലായിരുന്നു ഗൈസ്. അതെ ഗൈസ്, ഞാനൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി. വയ്യായിരുന്നു, ഒരു പനി വന്നു, പിന്നെ പോകെ ഛർദി, തലവേദന, വയറുവേദന, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഈവൻ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, ട്രിപ്പ് ഇടുന്നു, ഡെങ്കു ആണെന്ന് സംശയം, ഫുൾ സീനായിരുന്നു ഇവിടെ. ആൻഡ് ഹിയർ ഐ ആം. ഇന്നാണ് ഞാനൊന്ന് എണീറ്റ് നിന്ന് പ്രോപ്പറായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. സോ ഐ തോട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന്. കാരണം വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, അതിന് മുന്നേ കണ്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. സോ ഐ തോട്ട് ഐ വിൽ ടോക്ക് ടു യു പീപ്പിൾ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വയ്യാണ്ടായി. കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിങ്, പനി, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒരു 3-4 ദിവസം ഞാൻ തന്നെ സെൽഫ് ഹീൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് യുനോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ് അടിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് അവർ ഡ്രിപ്പൊക്കെ ഇട്ടു, കുറേ മെഡിസിനൊക്കെ തന്നു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡെങ്കു ആണോ എന്ന് ഡൗട്ട് വന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈവൻ ഇന്നലെ കൂടെ ഞാൻ ഒരു 4 AM എണീറ്റിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ആയിരുന്നു. ഒരു 7:30 വരെയൊക്കെ ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇന്ന് രാവിലെയാണ് ഞാനൊന്ന് സ്റ്റേബിളായത്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് നിങ്ങളുമായിട്ട് സംസാരിക്കലാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ സ്നേഹം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാനിന്നലെ ഒന്ന് നാട്ടിൽ പോയതാണല്ല, ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഒന്ന് നാട്ടിൽ പോയതാണ്. അതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇനി വേണം റീകോൾ ചെയ്തെടുക്കാൻ. കാരണം ഒരാഴ്ച എന്താ സംഭവിച്ചതെന്ന് ഫുൾ ബ്ലാങ്കാണ്. ഞാനൊരു 4 days ആയിട്ട് ഓഫീസിൽ പോയിട്ടില്ല. ഫുള്ള് ഒന്നുകിൽ ഞാൻ ബാത്റൂമിലായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ബെഡിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഈ ഒരു 1 വീക്ക് ഫുള്ള് കഞ്ഞി മാത്രം കുടിച്ച്, വായിലൊന്നും രുചിയും ഒന്നും അറിയില്ല. കഞ്ഞി എന്ന് പറയുമ്പോൾ വെറും കഞ്ഞി ഉപ്പിട്ടാണ് കുടിക്കുന്നത്. അതിനകത്ത് ചമ്മന്തിയോ അച്ചാറോ ഒന്നും ഉണ്ടായില്ല. കാരണം വെച്ചാൽ വയറെങ്ങനെയെങ്കിലും സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള എനർജി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്കിതൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണം തോന്നി. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടാവാണ്ടിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോ വേണ്ടതെന്ന് ജസ്റ്റ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക. കാരണം എൻ്റെ ചാനലെന്ന് പറയുന്ന ഒരു കാറ്റഗറി ബേസ്ഡ് ഒരു ചാനലൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ചാനലിൽ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും, സൈക്കോളജി ബേസ്ഡ് വീഡിയോസ് ഉണ്ടാവും, ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവും, വ്ളോഗ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ എന്ത് തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാനത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ആൻഡ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കുക. എന്നെപ്പോലെ വീരശൂര പരാക്രമിയാണെന്നും പറഞ്ഞ് വീട്ടിലിരിക്കരുത്. കാലാവസ്ഥ മാറുന്നുണ്ട്, പിന്നെ വെള്ളം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ അസുഖമാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക, മരുന്ന് മേടിക്കുക, ഹീലാവുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് എൻ്റെ എനർജിയൊക്കെ പോയി. ഞാൻ കുറച്ച് നേരം പോയി കിടക്കട്ടെ. സത്യമായിട്ട് എനിക്ക് വയ്യ ഗൈസ്. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ നീട്ടി പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഐ മൈറ്റ് ഗോ ആൻഡ് ഡൂ ദ ബ്ലഡ് ടെസ്റ്റ്. എനിക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ട് പ്രശ്നങ്ങൾ, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സോ ഇന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അറിയാം എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. എന്തായാലും വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടെന്നറിയാം, അതല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. സോ ലെറ്റ് സീ. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ.